നമ്മെ എങ്ങനെ ആക്കി തീർത്തെന്നറിയാമോ? ദൈവം നമ്മളെ രാജ്യമാക്കി തീർത്തു. 2 സ്തോത്രം, പുരോഹിതന്മാരാക്കി തീർത്തു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽ ഒരുമിച്ച് ഞാൻ ഇന്ന് പകൽ പറയുകയാണ്, നിങ്ങൾ ദൈവരാജ്യത്തിന്റെ വക്താവാണ്. നിങ്ങൾ എല്ലാവരും പുരോഹിതന്മാരാക്കി ദൈവം തീർത്തു. എത്ര വലിയ ശ്രേഷ്ഠതയാ പ്രിയപ്പെട്ടവരെ. പഴയ നിയമം പഠിക്കുമ്പോഴുണ്ടല്ലോ, പുതിയ പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേകം നിയോഗിക്കപ്പെട്ട ലേവി കുടുംബത്തിൽ സ്തോത്രം പ്രിയപ്പെട്ടവർക്ക് മാത്രമേ, ആ കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ആ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയുള്ളായിരുന്നു. പക്ഷേ ഒരർഹതയും ഇല്ലാതിരുന്ന എന്നെ നിങ്ങളെയും കർത്താവ് യേശു ക്രിസ്തു വീണ്ടെടുത്ത് ദൈവത്തിന്റെ രാജ്യത്തോട് ചേർക്കുക മാത്രമല്ല, നമ്മളെല്ലാം ആ പൗരോഹിത്യത്തിലേക്ക് പിടിച്ചു ഉയർത്തുവാൻ ഇടയായി. എത്ര വലിയ പ്രിവിലേജാണ്, എത്ര വലിയ പ്രിവിലേജായ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സാധാരണ ഒരു വിശ്വാസികളല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഓരോ തൂണുകളാണ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് പകൽ സ്തോത്രം നിങ്ങളെല്ലാവരും ഓരോ പുരോഹിതന്മാരാക്കി. ഹല്ലേലൂയ. യേശു ക്രിസ്തു നിങ്ങളെല്ലാവരുടെയും രക്തം കൊണ്ട് പുരോഹിതന്മാരാക്കി തീർത്തിരിക്കുന്ന ദൈവത്തിന്റെ ബലം എത്ര മഹത്വവും ബലവും എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യനും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല, ഒരു വ്യക്തിക്കും ഇന്ന് പകൽ ചെയ്യുവാൻ കഴിയുകയില്ല, ഒരു മതത്തിന്റെ ആശയങ്ങൾക്കും ഇത് ചെയ്യുവാൻ കഴിയുകയില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ കാൽവറി മരണം കൊണ്ട് നമ്മളെ രാജ്യവും പുരോഹിതന്മാരാക്കി തീർത്ത ആ ദൈവത്തിന്റെ മഹത്വവും ബലവും ഇന്ന് പകൽ എത്ര വലുതാണ്.